അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അങ്ങനെ നമ്മുടെ സൈനു ആമയോട് പറഞ്ഞു, ആ അമ്മാന, എനിക്ക് അത്യാവശ്യ കാര്യത്തിന് ഒന്ന് പുറത്ത് പോയി വരേണ്ടതുണ്ട്. അധികം വർക്കുകളൊന്നും ഇന്ന് പ്രത്യേകിച്ച് ചെയ്യാനില്ല. എല്ലാം ഇന്നലെ നമ്മൾ തീർത്തു വെച്ചത് കൊണ്ട് തന്നെ ഒന്നും പെൻഡിങ് ഇല്ല. അതുകൊണ്ട് പിന്നെ നിനക്ക് ഒറ്റയ്ക്ക് ഇവിടെ ഹാൻഡിൽ ചെയ്യാനുള്ളതുള്ളൂ. ഞാൻ പെട്ടെന്ന് തന്നെ പുറത്തൊന്ന് പോയി വരാം. അതുകൊണ്ട് നീ ഒന്ന് ശ്രദ്ധിച്ചേക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് സൈനു അവിടെ നിന്ന് ഇറങ്ങാൻ നിന്നു. അപ്പോൾ നമ്മുടെ ആമി പറഞ്ഞു, അതിനെന്താ സാർ, നിങ്ങൾ പോയി വന്നോളൂ. എനിക്ക് ഹാൻഡിൽ ചെയ്യാനുള്ളത് ഇവിടെ നോക്കാനുള്ളതല്ലേ ഉള്ളൂ, കുഴപ്പമൊന്നുമില്ല, ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞു. അപ്പോൾ സൈനു പറഞ്ഞു, ഇനി ഈ സാറേ നിന്ന് വിളിയൊന്നും വേണ്ട കേട്ടോ. നമ്മൾ മാത്രമുള്ളപ്പോൾ സൈനുക്ക എന്ന് വിളിച്ചാൽ മതി. ഇപ്പോൾ ഏകദേശം ഒരു തീരുമാനത്തിലൊക്കെ എത്തിയില്ലേ നമ്മൾ എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ ആമി പറഞ്ഞു, അത് ഞാനങ്ങനെ വിളിച്ച് ശീലിച്ചു പോയതല്ലേ സാർ, എന്തായാലും പതിയെ പതിയെ മാറ്റിയെടുക്കാം എന്ന് പറഞ്ഞു. ഓക്കെ, എന്നാൽ ഞാനൊന്ന് പുറത്ത് പോയി വരാം, നീ നോക്കിക്കോണേ എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ സൈനു ഡോർ തുറന്ന് പുറത്തിറങ്ങുന്ന സമയത്താണ് നമ്മുടെ ഷഹാന അവിടെ ഇങ്ങനെ പരുങ്ങി നിൽക്കുന്നത് കണ്ടത്. അപ്പോൾ സൈനു പറഞ്ഞു, ആരിത്, ഷഹാനയോ? എന്താ അവിടെ നിൻ്റെ വർക്കുകളൊക്കെ തീർന്നോ എന്ന് ചോദിച്ചു. അപ്പോൾ അവൾ പറഞ്ഞു, എല്ലാം തീർത്തു, ഇനി പ്രത്യേകിച്ച് വർക്കൊന്നുമില്ല. അപ്പോൾ ഞാൻ വെറുതെ ആമിയെ ഒന്ന് കാണാൻ വന്നതാണ്. അവൾ ആമി എന്ന് വിളിക്കാറുണ്ട് നമ്മുടെ ആമിയെ, അവരിപ്പോൾ കൂട്ടുകാരെ പോലെയാണ്. അപ്പോൾ സൈനു പറഞ്ഞു, എന്തായാലും ഞാൻ പുറത്തു പോവുകയല്ലേ, നീ അവൾക്കൊരു കമ്പനി കൊടുക്ക്, എന്നാൽ അകത്ത് കയറിക്കോ എന്ന് പറഞ്ഞു. നമ്മുടെ ഷഹാന ഇങ്ങനെ കയറി ചെല്ലുമ്പോൾ ആമി ഇങ്ങനെ എന്തോ ഒരു മധുര സ്വപ്നം കാണുന്നത് പോലെ പുഞ്ചിരിച്ചു കൊണ്ട് ഇങ്ങനെ ആലോചിച്ച് ഇരിക്കുകയായിരുന്നു. ആമി ഇങ്ങനെ ആലോചിച്ചിരിക്കുന്നത് കണ്ട് ഷഹാന ഇങ്ങനെ മെല്ലെ ഡോർ ശബ്ദമൊന്നും ഉണ്ടാക്കാതെ അടച്ചു. അവൾക്ക് മനസ്സിലായി, എന്തോ ദിവാസ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ താൻ കണ്ട കാഴ്ചകളും ഒന്നും വെറുതെ അല്ല, അത്തരത്തിലുള്ളതാണല്ലോ. അതുകൊണ്ട് എന്തോ കാര്യമായി അവർ തമ്മിൽ സംസാരിച്ചിട്ടുണ്ട്. അതിൻ്റെ എന്തോ സ്വപ്നം കണ്ടിരിക്കുകയാണ്. ഇനി അവനെങ്ങാനും ഇവൾക്ക് വല്ല വാക്കും കൊടുത്തോ, ഇവളോട് അവന് വല്ല ഇഷ്ടവുമുണ്ടോ? അങ്ങനെയാണെങ്കിൽ രണ്ടുപേരെയും കൊന്നു കളയും ഞാൻ എന്നല്ല അവൾ മനസ്സിൽ വിചാരിച്ചു. നീ അങ്ങനെ സുഖിച്ച് ഇരിക്കണ്ടടി, നിന്നെ ഇവിടുന്ന് പുറത്താക്കാനുള്ള ഒരവസരം എന്തെങ്കിലും എനിക്ക് കിട്ടാതിരിക്കില്ല. ഇപ്പോൾ നീ സുഖിച്ചിരിക്ക് എന്നെല്ലാം മനസ്സിൽ വിചാരിച്ചുകൊണ്ട് അവൾ അകത്ത് കയറി. അവൾ ഇങ്ങനെ ആമിയുടെ അടുത്തേക്ക് വന്ന് അവളുടെ മുഖത്തിന് നേരെ കൈ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ചലിപ്പിച്ചു. എന്നാൽ ഇതൊന്നും നമ്മുടെ ആമി അറിയുന്നേ ഉണ്ടായിരുന്നില്ല. അവൾ മനസ്സിൽ വിചാരിച്ചു, ഒരുമ്പെട്ടവൾ കാര്യമായിട്ട് എന്തോ പകൽക്കിനാവ് കണ്ടിരിക്കുകയാണ്. അവൾ പറഞ്ഞു, എടോ ആമി, താനെന്താ പകൽ സ്വപ്നം കാണുകയാണോ? ഞാൻ ഇവിടെ വന്ന് ഇങ്ങനെ ഒരാൾ ഇവിടെ വന്ന കാര്യം താൻ അറിഞ്ഞതേ ഇല്ലല്ലോ എന്നെല്ലാം പറഞ്ഞു. അപ്പോഴാണ് നമ്മുടെ ആമി പെട്ടെന്ന് തന്നെ ഞെട്ടി ഉണർന്നത്. ഷഹാനയോ, എപ്പോൾ വന്നു എന്ന് ചോദിച്ചു. അവൾ പറഞ്ഞു, ഞാൻ വന്നിട്ട് കുറച്ച് സമയമായിടോ. താൻ ഞാൻ വന്ന കാര്യമൊന്നും അറിഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു. അല്ല, എന്താണൊരു സ്വപ്നം കാണലൊക്കെ, എന്താണ് എന്ന് ചോദിച്ചു. അപ്പോൾ ആമി പറഞ്ഞു, ഒന്നുമില്ല, ഞാനിങ്ങനെ ഓരോന്ന് ആലോചിച്ച് ഇരിക്കുകയാണ് എന്നെല്ലാം പറഞ്ഞു. അവൾ ചോദിച്ചു, അല്ല സാറെങ്ങോട്ടാണ് പോയത് എന്ന് ചോദിച്ചു. അപ്പോൾ നമ്മുടെ ആമി പറഞ്ഞു, സാറിന് എന്തോ അത്യാവശ്യ കാര്യത്തിന് പുറത്ത് പോകാനുണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഇന്ന് എല്ലാ വർക്കുകളും തീർന്നിട്ടുണ്ട്. ഇന്നലെ തന്നെ ഞങ്ങൾ തീർത്തത് കൊണ്ട് ഒന്നും പെൻഡിങ് ഇല്ല. അപ്പോൾ ഇന്ന് കുറച്ച് ഫ്രീ ആണ്. അപ്പോൾ സാർ പെട്ടെന്ന് പോയി വരാമെന്ന് പറഞ്ഞു പോയതാണ്. അല്ല, നീ എന്താ ഈ വഴിക്കൊക്കെ, നിനക്കവിടെ ജോലിയൊന്നുമില്ലേ എന്ന് ചോദിച്ചു. അവൾ പറഞ്ഞു, എനിക്കും അത് തന്നെയാണോ അവസ്ഥ. ഇന്നലെ ഞാൻ എൻ്റെ വർക്കുകളെല്ലാം പെട്ടെന്ന് തീർത്തു. ഇനി പുതിയ വർക്കുകൾ എന്തെങ്കിലുമൊക്കെ കിട്ടിയിട്ട് വേണം. ഇന്ന് എനിക്കും പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞു, എന്നാൽ നമുക്ക് സംസാരിച്ചിരിക്കാം, നീ ഇരിക്ക് എന്ന് പറഞ്ഞു. അപ്പോഴാണ് നമ്മുടെ ആമിയുടെ ഫോൺ ബെല്ലടിച്ചത്. ഫോൺ ബെല്ലടിച്ച സമയത്ത് അവൾ
ഫോണിലേക്ക് നോക്കി. അപ്പോഴാണ് അവൾ ഉമ്മാൻ്റെ നമ്പർ കണ്ടത്. അപ്പോൾ അവൾ മനസ്സിൽ വിചാരിച്ചു, ഇനിയിപ്പോൾ താൻ ഫോൺ എടുത്തു കഴിഞ്ഞാൽ ഉമ്മാക്ക് ഇന്ന് വൈകുന്നേരം എന്താണ് പറയുക, അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തെല്ലാമായിരിക്കും പറയാനുള്ളത്, അല്ലെങ്കിൽ കല്യാണക്കാര്യത്തിൻ്റെ തീരുമാനം എന്താണ് എന്നെല്ലാം അതായിരിക്കും ഉമ്മാക്ക്, ആ കാര്യമായിരിക്കും മിക്കവാറും പറയാനുള്ളത്. അപ്പോൾ അതിന് മറുപടി പറഞ്ഞാൽ ഇവൾ ഷഹാന കേട്ട് കഴിഞ്ഞാൽ അത് പിന്നെ ഈ ഓഫീസ് മൊത്തം അവൾ പാടി നടക്കും. അതുകൊണ്ട് ഇപ്പോൾ തൽക്കാലം ഫോൺ എടുക്കുന്നില്ല എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മുടെ ആമി ഫോൺ കട്ട് ചെയ്തു. എന്നാൽ ഇതൊന്നും അറിയാതെ ആമിയുടെ ഉമ്മ വീണ്ടും അടിച്ചു. അങ്ങനെ 1-2 തവണ നമ്മുടെ ആമി കട്ട് ചെയ്തപ്പോൾ ഷഹാന പറഞ്ഞു, അല്ല ആമി, എന്താണ് നീ ഫോൺ എടുക്കാത്തത്? ഞാൻ കേൾക്കാൻ പറ്റാത്ത വല്ല കാര്യവുമാണോ? ആരാണ് ഇത്ര നിനക്ക് വിളിക്കാനുള്ളത് എന്നെല്ലാം ചോദിച്ചു. അപ്പോൾ അവൾ പറഞ്ഞു, അതൊന്നുമില്ല ഷഹാന, അത് ഉമ്മയാണ്. വീട്ടിൽ നിന്ന് ഉമ്മ വെറുതെ വിളിക്കുന്നതായിരിക്കും, അല്ലാതെ പ്രത്യേകിച്ച് കാര്യമുണ്ടായിട്ടൊന്നും വിളിക്കുകയാവില്ല. വെറുതെ വിശേഷങ്ങൾ അറിയാൻ വിളിച്ചതായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞു, ഇങ്ങോട്ട് പോന്നപ്പോഴേക്കും ഉമ്മാക്ക് മോളോട് സംസാരിക്കാതിരിക്കാൻ പറ്റാതായോ? എന്തായാലും ഉമ്മാനെ നീ വിഷമിപ്പിക്കേണ്ട, ഉമ്മ ആകെ പേടിക്കും. നീ എന്താ ഫോൺ അടിച്ച് 2-3 തവണ അടിച്ചിട്ടും എടുക്കാത്തത് എന്ന്. അതുകൊണ്ട് നീ ഉമ്മാക്ക് വിളിച്ചു നോക്ക് എന്ന് പറഞ്ഞു. കാരണം ഷഹാന ആമിയെ അങ്ങനെ വിടാൻ പാവമില്ലായിരുന്നു. എന്താണ് ഉമ്മ ഇത്രയധികം വിളിക്കുന്നത്, ഇവളെന്താണ് കട്ട് ചെയ്യുന്നത് എന്ന്, അതിലെന്തോ ഒരു രഹസ്യം ഇല്ലേ എന്നെല്ലാം ഷഹാനക്ക് സംശയം തോന്നി. അതുകൊണ്ട് തൻ്റെ മുന്നിൽ നിന്ന് വിളിക്കുമ്പോൾ അവൾക്ക് കള്ളം പറയാനും കഴിയില്ല. അതുകൊണ്ട് അവർ സംസാരിക്കുന്നത് എന്താണെന്ന് അറിയാമല്ലോ എന്നെല്ലാം വിചാരിച്ച് നീ വിളിച്ചു നോക്കി എന്ന് പറഞ്ഞ് ആമിയെ ഷഹാന നിർബന്ധിക്കുകയായിരുന്നു. എന്നാൽ ആമിയാവട്ടെ ഷഹാനയുടെ മനസ്സിലിരിപ്പ് മനസ്സിലാക്കിയിട്ട് എന്നാൽ അവളുടെ മുന്നിൽ നിന്ന് കള്ളത്തരമുണ്ട് എന്ന് തോന്നാനും പാടില്ല. ഉമ്മ വിളിച്ചാൽ താൻ എന്താണ് സംസാരിക്കാത്തത് എന്ന് അവൾക്ക് തോന്നേണ്ട എന്ന് കരുതി. അപ്പോൾ ആമി പറഞ്ഞു, ഞാനിപ്പോൾ വരാം, എന്നാൽ 5 മിനിറ്റ് ഞാൻ ഒന്ന് പുറത്തിറങ്ങി സംസാരിക്കട്ടെ, ഞാൻ എന്താണ് ഉമ്മ പറയുന്നത് എന്ന് നോക്കിയിട്ട് നിന്നോട് പറയാം എന്നെല്ലാം പറഞ്ഞ് അവൾ ഫോൺ അങ്ങനെ ഇപ്പോൾ ഞാനും ഉമ്മയും സംസാരിക്കുന്നത് നീ കേൾക്കേണ്ട എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് ആമി അവിടെ നിന്നും ഫോൺ എടുത്തുകൊണ്ട് പുറത്തേക്ക് വരാന്തയിലേക്ക് ഇറങ്ങി. കുറച്ച് മാറി നിന്ന് സംസാരിക്കാം, അല്ലെങ്കിൽ തന്നെ എല്ലാവരും ശ്രദ്ധിക്കുമെന്ന് കരുതി അവൾ തൊട്ടപ്പുറത്ത് തന്നെ, ഓഫീസിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ചെറിയൊരു ഗാർഡനുണ്ട്, അങ്ങോട്ട് നീങ്ങി. അങ്ങനെ ആമിയുടെ ഉമ്മ വിളിച്ചു. ആമിയും ഷഹാനയും നമ്മുടെ ആമി ഫ്രീ ടൈമിൽ ഇരിക്കാറുള്ള ആ ഒരു ചെറിയ ക്യാബിനിൻ്റെ അകത്തായിരുന്നു ഇരുന്നത്. അവിടെ നിന്നാണ് ആമി ഫോൺ വന്ന ശേഷം എണീറ്റ് പോയത്. അവിടെ തന്നെ ഒരു ചെയറിലായിരുന്നു ഷഹാനയും ഇരുന്നിരുന്നത്. അങ്ങനെ ആമി പുറത്തു പോയ സമയത്ത് മെല്ലെ ഡോർ തുറക്കുന്ന ഒരു ശബ്ദം കേട്ട് ഷഹാന ആ ക്യാബിനിൻ്റെ അകത്ത് നിന്ന് ഇങ്ങനെ മെല്ലെ പുറത്തേക്ക് നോക്കി. അതായത് നമ്മുടെ ആമിയും സൈനും എല്ലാം ഇരിക്കുന്ന ആ ഒരു സീറ്റിൻ്റെ ഭാഗത്തേക്കായിട്ടാണ് അവൾക്ക് കാണാൻ കഴിയുന്നത്. അങ്ങനെ നോക്കുമ്പോഴുണ്ട് നമ്മുടെ അമീർ ചുറ്റുപാടും നോക്കി ഒരു കള്ളനെ പോലെ പതുങ്ങി ഇങ്ങനെ ആ ഒരു ഓഫീസിന് അകത്തേക്ക് കയറിയത്. അവൻ കണ്ടിരുന്നു അവിടെ നിന്ന് സൈനുവും അതേപോലെ തന്നെ ആമിയും പുറത്തു പോകുന്നത്. എന്നാൽ ഷഹാന അകത്ത് കയറിയ കാര്യം അവൻ ശ്രദ്ധിച്ചിട്ടുമുണ്ടായിരുന്നില്ല. ആ സമയത്ത് നമ്മുടെ ആമിയെ അവിടുന്ന് പുറത്താക്കാനും അവൾക്ക് പണി കൊടുക്കുവാനുമുള്ള എന്തെങ്കിലും ഒന്ന് ഒപ്പിക്കാനും കഴിയുമോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് അവൻ അകത്ത് കയറിയത്. അവൻ്റെ മനസ്സിൽ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. നമ്മുടെ ആമിക്ക് സൈനു കൊടുക്കുന്ന ഓരോ പ്രധാനപ്പെട്ട ഫയലുകളും അവൾ ഇരിക്കുന്ന ചെയറിൻ്റെ അടുത്തായിട്ട് ഒരു വലിപ്പിൻ്റെ ഉള്ളിലാണ് സാധാരണ വെക്കാറുള്ളത്. അപ്പോൾ അതിനകത്ത് നിന്ന് ഒരു ഫയൽ അടിച്ച് മാറ്റി അത് എടുത്തു വെച്ച ശേഷം ആ കുറ്റം ആമിയുടെ തലയിലേക്ക് ഇട്ട് സൈനുവിനെ കൊണ്ട് അവിടെ നിന്ന് അവളെ പുറത്താക്കിപ്പിക്കാം എന്നുള്ളൊരു പ്ലാനിങ്ങിലായിരുന്നു അവൻ വന്നിരുന്നത്. എന്നാൽ ഷഹാന തൊട്ടടുത്തുള്ള ക്യാബിനിലുള്ള കാര്യമോ അവിടെ നിന്ന് അവൾ ശ്രദ്ധിക്കുന്ന കാര്യമോ ഒന്നും നമ്മുടെ അമീർ അറിയുന്നില്ല. അവൻ ഇങ്ങനെ ആമിയുടെ ഒരു വലിപ്പ് ഡ്രോ തുറന്ന് ഇങ്ങനെ തപ്പിത്തിരയുകയാണ്. എന്നാൽ തലേ ദിവസം വൈകുന്നേരം പോകുന്നതിന് മുൻപ് തന്നെ പ്രധാനപ്പെട്ട എല്ലാ ഫയലുകളും വർക്ക് തീർത്ത് ആമി
HR ഡിപ്പാർട്ട്മെൻറ്റിൽ അവിടെ ഓഫീസിനകത്തേക്ക് സൂക്ഷിക്കുന്ന ഫയലുകൾ സൂക്ഷിക്കുന്ന പ്രധാന സ്ഥലത്ത് കൊടുത്തിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ ഒരുപാട് തപ്പി നോക്കിയെങ്കിലും കാര്യമായിട്ടൊന്നും അവന് അവിടെ നിന്ന് കിട്ടിയില്ല. അവൻ നിരാശയോടെ ഇങ്ങനെ കൈയും കൂട്ടി ഇടിച്ച് ഇങ്ങനെ കൈകൾ തമ്മിൽ കൂട്ടി ഛേ എന്ന് പറഞ്ഞുകൊണ്ട് കൂട്ടി തിരുമ്മിയ ശേഷം ഇങ്ങനെ അങ്ങോട്ട് തിരിഞ്ഞു നിൽക്കുമ്പോഴാണ് പിന്നിൽ നിന്നും ഹരേ വാ എന്ന് പറഞ്ഞുകൊണ്ട് കൈകൾ തമ്മിൽ കൂട്ടിയടിക്കുന്ന ശബ്ദം കേട്ടത്. അവൻ ഞെട്ടിത്തിരിഞ്ഞു നോക്കി. അതാ പിന്നിൽ തന്നെ നോക്കിക്കൊണ്ട് ഷഹാന കൈയും അടിച്ച് ഇങ്ങനെ ഒരു ക്രൂരമായ മനസ്സിൽ എന്തൊക്കെയെല്ലാം അടക്കി പിടിച്ച് വിജയിച്ച ഭാവത്തിൽ ഒരു ദുഷിച്ച മുഖവുമായി ഇങ്ങനെ നിൽക്കുന്നതാണ് അവൻ കണ്ടത്. അവൻ ആകെ ഞെട്ടിപ്പോയി. ഇവളെപ്പോ ഇതിനകത്ത് കയറി എന്നല്ല അവൻ ഒരു പരിങ്ങലോടെ ഓ നീയോ എന്നെല്ലാം ചോദിച്ച് ഇങ്ങനെ പരിങ്ങി. അപ്പോൾ ഷഹാന ചോദിച്ചു, അല്ല മോനെന്താ ഇവിടെ കാര്യം? എന്താണ് പെങ്ങളുടെ ഡ്രോ എല്ലാം തപ്പി വലിപ്പെല്ലാം തപ്പി എന്തോ കള്ളലക്ഷണമുണ്ടല്ലോ, സത്യം പറഞ്ഞോ? പറഞ്ഞിട്ടില്ലെങ്കിൽ ഇത് ഞാൻ സാറിനോടും അമ്മാനയോടും പറഞ്ഞു കൊടുക്കും. ഇനി നീ ഒന്നും ഒളിപ്പിച്ച് വെക്കേണ്ട. എന്താണ് സത്യം പറഞ്ഞോ? നീ എന്തിനാണ് വന്നത്? നീ എന്താണ് ഇത്ര കാര്യപ്പെട്ട് അവർ പുറത്തു പോയ സമയം തന്നെ നോക്കിക്കൊണ്ട് ഇവിടെ വന്ന് തപ്പുന്നത്? മര്യാദക്ക് പറഞ്ഞോ എന്നെല്ലാം പറഞ്ഞു. അമീറിന് മനസ്സിലായി ഇനി താൻ ഒന്നും ഒളിച്ച് വെച്ചിട്ട് കാര്യമില്ല. ഇവളോട് കള്ളം പറഞ്ഞു കഴിഞ്ഞാൽ ഇവൾ എല്ലാം അവരോട് പറയും. അതിലും നല്ലത് അവളെ എങ്ങനെയെങ്കിലും കാര്യങ്ങൾ പറഞ്ഞ് തൻ്റെ ഭാഗത്ത് കൂട്ടി അവളോടെല്ലാം തുറന്ന് പറയുകയാണ് നല്ലത്. അവൾക്കും നമ്മുടെ ആമിയോട് ചെറിയ ഒരു ശത്രുത മനസ്സിലുണ്ട് എന്ന് അവൻക്ക് മനസ്സിലായിരുന്നു. പലപ്പോഴും ഷഹാനയുടെ വാക്കിൽ നിന്ന് ആമിയെ കുറ്റപ്പെടുത്തുന്ന രീതിയിലുള്ള സംസാരങ്ങൾ അമീർ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവൻക്കറിയാം അവളെ തൻ്റെ ഭാഗത്ത് നിർത്താൻ പറ്റിയ ഒരാളാണെന്ന്. എന്നാൽ ഷഹാന ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല തൻ്റെ പെങ്ങൾക്കിട്ട് പാരപണിയാൻ നടക്കുന്ന ഒരു ആങ്ങളെയാണ് അമീർ എന്ന്. കാരണം രണ്ടുപേരും സ്കൂട്ടിയിൽ വരുന്നതും ബൈക്കിൽ വരുന്നതും അതുപോലെ തന്നെ അവരുടെ സംസാരമെല്ലാം കാണുമ്പോൾ ഷഹാന ഒരിക്കലും വിചാരിച്ചിരുന്നില്ല അമീർ ആമിയുടെ ശത്രുവാണെന്ന കാര്യം. എന്നാൽ അവൻ്റെ മനസ്സിലിരിപ്പ് അറിഞ്ഞ ഷഹാന ഞെട്ടിപ്പോയി. ഹമ്പട, അവൾക്ക് ഇവിടെ ഇങ്ങനെയൊരു ശത്രുവുള്ള കാര്യം ഞാൻ അറിഞ്ഞിരുന്നില്ലല്ലോ ഇത്ര ദിവസമായിട്ട്. അറിഞ്ഞിരുന്നെങ്കിൽ നിന്നെ എന്നെ ഞാൻ എൻ്റെ ഭാഗത്ത് കൂട്ടിയിരുന്നു. നിങ്ങൾ ആങ്ങളെയും പെങ്ങളും പുന്നാര ആങ്ങളെയും പെങ്ങളും ഭയങ്കര സ്നേഹമായിരിക്കും എന്നല്ലേ ഞാൻ കരുതിയത്. ഇങ്ങനെ ഒരു ലക്ഷ്യം നിനക്കുണ്ടാവുമെന്ന് ഞാൻ കരുതിയത് പോലുമില്ല. അതുകൊണ്ട് നമുക്ക് ഒരു കാര്യം തീരുമാനിക്കാം. അവൾ പറഞ്ഞു, നിന്നെ ഞാൻ നീ ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് അവളുടെ ആ PA സ്ഥാനം കളഞ്ഞ് അവളുടെ സ്ഥാനത്ത് ഇരിക്കണമെന്നല്ലേ? നിൻ്റെ ആഗ്രഹം ഞാൻ സാധിപ്പിച്ചു തരാം. നമുക്ക് രണ്ടു പേർക്കും ചേർന്ന് അവളെ ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും പുറത്താക്കണം. അപ്പോൾ നമ്മുടെ അമീർ പറഞ്ഞു, എന്നാൽ നീ എപ്പോൾ സൈനു സാറിൻ്റെ ഭാര്യയായി എന്ന് ചോദിച്ചാൽ മതി. എന്നെ സെക്രട്ടറി സ്ഥാനത്തേക്ക് കയറാൻ നീ സഹായിച്ചു കഴിഞ്ഞാൽ നിന്നെ ഈ കമ്പനിയുടെ ഓണറിൻ്റെ ഭാര്യയാക്കുന്ന കാര്യം ഞാനും ഏറ്റു. നിന്നെ ഞാനും സഹായിക്കാം. ഇനി മുതൽ അവളെ ഇവിടെ നിന്ന് പുറത്താക്കുന്നതിൽ നമ്മൾ രണ്ടുപേരും ഒറ്റക്കെട്ടായി നിൽക്കണം. അവൾ പുറത്തു പോയി കഴിഞ്ഞാൽ പിന്നെ ഞാനായിരിക്കുമല്ലോ സെക്രട്ടറി സ്ഥാനത്ത്. പിന്നെ നിന്നെക്കുറിച്ച് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് എങ്ങനെയെങ്കിലും സൈനു സാറിൻ്റെ മനസ്സിൽ ഇടം നേടിത്തരാം നിനക്ക്. അങ്ങനെ അതുവഴി ഈ കമ്പനിയുടെ ഓണർ സ്ഥാനത്തേക്ക് തന്നെ നിന്നെ വരുത്താം. പിന്നെ ഓണർ സ്ഥാനത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഈ പാവം സെക്രട്ടറിയെ ഇവിടെ തന്നെ നിർത്തണം കേട്ടോ. എന്നെ ഇവിടെ നിന്ന് പുറത്താക്കരുത് എന്നെല്ലാം ചിരിച്ചുകൊണ്ട് അമീർ പറഞ്ഞു. അപ്പോൾ അമീർ പറഞ്ഞു, ഒറ്റക്കെട്ടായി നിന്ന് അവളെ ഇവിടെ നിന്ന് പുറത്ത് ഇറക്കുന്ന കാര്യം അതിന് നീ എന്നെ സഹായിച്ചാൽ മതി. അതിൻ്റെ ശേഷം എനിക്കറിയാം സാറിൻ്റെ മനസ്സിലേക്ക് കയറിക്കൂടാൻ. എന്നിട്ട് നീ പറയുന്നത് പോലെ ഈ കമ്പനിയുടെ ഓണറിൻ്റെ ഭാര്യയായി ഞാൻ വന്നു കഴിഞ്ഞാൽ പിന്നെ നീ തന്നെയായിരിക്കും ഞങ്ങളുടെ വിശ്വസ്തനായ സെക്രട്ടറി. ആ കാര്യത്തിൽ നീ പേടിക്കേണ്ട, ഞാനും വാക്ക് തരുന്നു എന്നെല്ലാം അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് പരസ്പരം കൈകോർത്തുകൊണ്ട് എന്നാൽ ഇനി മോൻ അധിക നേരം ഇവിടെ നിൽക്കേണ്ട, നീ പോയിക്കോ അവൾ വരുമ്പോഴേക്ക് എന്നെല്ലാം പറഞ്ഞു.
ഓക്കെ, എന്നാൽ ഞാൻ പോട്ടെ. ഇപ്പോൾ ഇവിടെ ഒരു തുമ്പും കാണുന്നില്ല അവളെ ഇവിടെ നിന്ന് പുറംചാടിക്കാനുള്ള. അപ്പോൾ നമ്മുടെ ഷഹാൻ പറഞ്ഞു, വരട്ടടാ, നമുക്ക് അവസരം കിട്ടും, നീ വെയിറ്റ് ചെയ്യേ. പയ്യെ തിന്നാൽ പതിനെയും തിന്നാമെന്നല്ലേ, നീ വെയിറ്റ് ചെയ്യേ എന്ന് പറഞ്ഞുകൊണ്ട് അവനോട് എന്നാൽ നീ പോയിക്കോ എന്ന് പറഞ്ഞു. അമീർ പുറത്തിറങ്ങുന്ന സമയത്താണ് ആമി അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നത്. അവൾ ചോദിച്ചു, ഓ നീയോ, എന്താടാ എന്ന് ചോദിച്ചു. ഒന്നുമില്ല, ഞാൻ നിന്നെ വെറുതെ ഒന്ന് കാണാൻ വന്നതാ. അപ്പോഴാണ് നീ ഫോൺ വന്ന് പുറത്ത് പോയ കാര്യം ഷഹാന പറഞ്ഞത്. ഞാൻ പോവുകയാണ്, വെറുതെ വന്നതാണെന്ന് പറഞ്ഞു. ആ ഓക്കെ, എന്നാൽ നീ പോയിക്കോ എന്ന് പറഞ്ഞു. ഷഹാന പറഞ്ഞു, ആ എന്നാൽ ഞാനും പോട്ടെടി, ഇനി ഇപ്പോൾ ഇവിടെ അധികം നേരം നിൽക്കണമെന്നില്ല. സാർ അഥവാ പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ പോകുന്ന സമയത്ത് എന്നെ കണ്ടതാണ്. ഇത്ര സമയം ഞാൻ ഇവിടെയായിരുന്നോ എന്ന് വിചാരിച്ച് വല്ലതും അയാളുടെ വായിൽ നിന്ന് കേൾക്കേണ്ടി വരും. അയാളെ എന്ന് പറഞ്ഞ കാര്യമൊന്നും നീ പറയരുതിട്ടോ, ഞാൻ സംസാരിച്ചപ്പോൾ അറിയാതെ പറഞ്ഞു പോയതാണ് മേഡം എന്നെല്ലാം പറഞ്ഞു. അപ്പോൾ ആമി പറഞ്ഞു, ഞാനൊന്നും പറയുന്നില്ല പെണ്ണെ, നീ പോയി എന്നാൽ നിൻ്റെ ജോലി നോക്കി എന്നെല്ലാം പറഞ്ഞ് ഷഹാന അവിടെ നിന്ന് പോയി. ആമിയും അവളുടെ സീറ്റിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ സൈനുവും തിരിച്ചെത്തി. സമയം അങ്ങനെ കടന്നു പോവുകയാണ്. അന്ന് ആമിക്ക് പ്രത്യേകിച്ച് വർക്കുകളൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഡ്യൂട്ടി കഴിഞ്ഞ് അവൾ ഇറങ്ങാൻ നേരം നമ്മുടെ സൈനുവിനോട് ചോദിച്ചു, സർ അപ്പോൾ ഞാൻ ഇറങ്ങുകയാണ്, ഇനി എന്താണ് സാറിൻ്റെ പ്ലാൻ? വൈകുന്നേരം ഞാൻ എന്താണ് ഉപ്പ ചോദിക്കുമ്പോൾ പറയേണ്ടത് എന്ന് ചോദിച്ചു. അപ്പോൾ സൈനു പറഞ്ഞു, ഞാൻ നിന്നോട് നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ രണ്ടുപേരും മാത്രമാവുമ്പോൾ ഇനി മുതൽ സാർ എന്ന് വിളിക്കരുത്, ഇക്ക എന്ന് വിളിച്ചാൽ മതിയെന്ന്. അപ്പോൾ ആമി പറഞ്ഞു, ഓക്കെ സാർ, ഇനി ഇക്ക എന്ന് വിളിക്കാം. നമ്മുടെ സൈനു അവളുടെ ചെവിക്ക് പിടിച്ച് ഇങ്ങനെ ചെറുതായി ഇങ്ങനെ തിരുമ്മിക്കൊണ്ട് പറഞ്ഞു, ദേ വീണ്ടും സാർ, നിന്നോടല്ലേടി പെണ്ണെ പറഞ്ഞത് ഞാൻ ഇക്ക എന്ന് വിളിക്കാൻ. അപ്പോൾ അവൾ പറഞ്ഞു, ആ എന്നാൽ എൻ്റെ സൈനുക്ക നിങ്ങൾ പറയൂ, എന്താണ് നിങ്ങളുടെ പ്ലാൻ? ഉപ്പ ചോദിക്കുമ്പോൾ ഞാൻ എന്താണ് പറയേണ്ടത് എന്ന് ചോദിച്ചു. അപ്പോൾ സൈനു പറഞ്ഞു, അങ്ങനെ മര്യാദക്ക് വഴിക്ക് വാടി പെണ്ണെ, നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട, നീ ഇപ്പോൾ എൻ്റെ പെണ്ണാണ്, അതുകൊണ്ട് തന്നെ നീ ഉപ്പ ചോദിക്കുമ്പോൾ സമ്മതമല്ല എന്ന് മാത്രം പറഞ്ഞാൽ മതി, ബാക്കി ഞാൻ ചെയ്തോളാം, നീ ധൈര്യമായി വീട്ടിലേക്ക് ചെല്ല് എന്ന് പറഞ്ഞു. അങ്ങനെ ആമി അവിടെ നിന്ന് ഇറങ്ങി പോകുമ്പോൾ അവളിങ്ങനെ മനസ്സിൽ ചിന്തിച്ചു, താൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അവിടെ എന്താണ് സംഭവിക്കുക എന്ന് തനിക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഉപ്പാൻ്റെ സ്വഭാവം വെച്ച് ഈ വീട്ടിൽ കിടക്കുന്ന സാറ് എന്ത് ചെയ്യാനാണ്? നീ എന്തൊക്കെ സാറ് മനസ്സിൽ കണ്ടിട്ടുള്ളത് ആവോ എന്നെല്ലാം ചിന്തിച്ചു അവൾ. പിന്നെ അവൾ സമാധാനിച്ചു, സാറ് ഏറ്റെടുത്തതല്ലേ, എന്തെങ്കിലും സാറ് തന്നെ കണ്ടിട്ടുണ്ടാവും. എന്തായാലും സാർ പറഞ്ഞതുപോലെ ഇനി ഉപ്പാനോട് പറയാം, ബാക്കി വരുന്നിടത്ത് വെച്ച് കാണാം എന്നെല്ലാം ചിന്തിച്ചുകൊണ്ട് അവൾ ഓഫീസിൽ നിന്നിറങ്ങി. അവളെ കാത്തുകൊണ്ട് അക്ഷമയോടെ സ്കൂട്ടിയിൽ ഇങ്ങനെ വണ്ടിയുടെ ചാവിയും കറക്കിക്കൊണ്ട് നമ്മുടെ അമീർ ഇരിക്കുന്നുണ്ട്. ഒന്ന് വേഗം വരുന്നുണ്ടോ? നീ വന്നിട്ട് പോകാൻ വേണ്ടി എത്ര സമയമായി ഞാൻ കാത്തിരിക്കുന്നു. അപ്പോൾ ആമി പറഞ്ഞു, നിനക്ക് അല്ലെങ്കിലും നാളത്തേക്കുള്ള കാര്യങ്ങളൊന്നും ഒരുക്കി വെക്കേണ്ട ആവശ്യമില്ലല്ലോ, എല്ലാം അടുക്കി പെറുക്കി വെക്കാൻ നീ മറ്റുള്ളവരുടെ തലയിലേക്ക് ഇട്ടുകൊടുത്ത് നീ പെട്ടെന്ന് ഇറങ്ങും. എൻ്റെ കാര്യം അതല്ല, ഞാൻ എല്ലാം ഓക്കെ ആണെന്ന് ഉറപ്പ് വരുത്തിയിട്ടാണ് നാളത്തേക്കുള്ള കൂടി എന്തെങ്കിലും വർക്കുണ്ടെങ്കിൽ അതും കൂടി ചെയ്തു വെച്ചിട്ട് ഞാൻ പോരുകയുള്ളൂ. അതുകൊണ്ട് തന്നെ പിറ്റേ ദിവസം എനിക്കൊരു ടെൻഷനുമില്ല. നീ വന്നാൽ പിന്നെ നിനക്ക് അന്നത്തെ തീർക്കാനുള്ള ടെൻഷനായിരിക്കും. എനിക്കങ്ങനെ ഒരു ടെൻഷനുമില്ല, കാരണം ഞാൻ തലേ ദിവസം തന്നെ പോരുമ്പോഴേക്കും എല്ലാം ഒതുക്കി റെഡിയാക്കി പിറ്റേ ദിവസത്തേക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടി ചെയ്യാൻ പറ്റുന്നത് ചെയ്തിട്ടേ ഞാൻ പോരൂ. അതുകൊണ്ടാണ് നിനക്ക് കാത്തു നിൽക്കേണ്ടി വരുന്നത്. എന്നാൽ പോവാ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ അമീർ വണ്ടി ഓടിച്ചു. അതിൻ്റെ പിന്നിലായിട്ട് ആമിയും കയറി. അവൻ ചോദിച്ചു, അല്ല ഇന്ന് വൈകുന്നേരം എന്നിട്ട് എന്താണ് നീ ഉപ്പാനോട് പറയാൻ പോകുന്നത്? എന്താണ് നിൻ്റെ തീരുമാനം എന്ന് ചോദിച്ചു. അപ്പോൾ ആമി പറഞ്ഞു, അത് നിന്നോട് പറയേണ്ട കാര്യമില്ലല്ലോ, ഉപ്പ ചോദിക്കുമ്പോൾ നീയും അവിടെ ഉണ്ടാവില്ലേ, അപ്പോൾ കേട്ടാൽ മതി കേട്ടോ എന്ന് പറഞ്ഞു. ഇത് കേട്ടതും അമീർ പറഞ്ഞു, എന്തായാലും
സമ്മതമാണ് എന്ന് ഒരു വാക്ക് നിന്റെ വായിൽ നിന്ന് വീഴാൻ പാടുള്ളൂ. അല്ലെങ്കിൽ നിനക്കറിയാമല്ലോ ഉപ്പാൻ്റെ സ്വഭാവം. പിന്നെ പറഞ്ഞിട്ട് കാര്യമുണ്ടാവില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആമി പറഞ്ഞു, അതൊക്കെ ഞാൻ വേണ്ടതുപോലെ ചെയ്യും. എൻ്റെ മോൻ അതാലോചിച്ച് തല പുണ്ണാക്കേണ്ട കേട്ടോ നീ വേഗം വണ്ടി വിടാൻ നോക്ക് എന്നും അമീറിനോട് പറഞ്ഞു.